മന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധത്തിൽ പോലീസ് തിരിച്ചടി. പ്രഥമദൃഷ്ട്യാ വധശ്രമ കുറ്റം നിലനിൽക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നാണിപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നും വരുന്ന അറിയിപ്പ്. പോലീസ് കനത്ത തിരിച്ചടി നേരിടുമ്പോൾ ഫെലിക്സ് ആണ് വാർത്ത വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ഫെലിക്സ്, തട്ടിക്കൂട്ട് എഫ്ഐആർ ആണ് എന്ന വിമർശനം അന്ന് തന്നെ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ കോടതിയിലേക്ക് എത്തുമ്പോൾ തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. എന്താണിപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്ന അറിയിപ്പുകൾ? മന്ത്രി വീണ ജോർജിനെതിരായ KSU പ്രവർത്തക കരിങ്കൊടി പ്രതിഷേധത്തിൽ അറസ്റ്റ് ചെയ്ത 5 KSU പ്രവർത്തകർക്കും ഇന്ന് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു. ആ ജാമ്യ ഉത്തരവിലാണ് പോലീസ് വാദങ്ങൾക്ക് തിരിച്ചടി ഏൽക്കുന്ന രീതിയിലുള്ള വിവരങ്ങളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വധശ്രമ കുറ്റം ഈ കേസിൽ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കാൻ ഒരു തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് കോടതി പറയുന്നു. ഒപ്പം തന്നെ ആയുധം ഉപയോഗിച്ചതിനും തെളിവുകൾ ഇല്ല എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. അതായത് ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചെന്ന വാദം നിലനിൽക്കാൻ തക്ക ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും പ്രോസിക്യൂഷന് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഈ ഡോക്ടറുടെ മൊഴി എടുത്തിരുന്നു. ഈ ഡോക്ടറുടെ മൊഴിയിലും ഏതെങ്കിലും തരത്തിൽ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചത് കൊണ്ടാണ് ഈ പരിക്ക് പറ്റിയത് എന്ന് ഡോക്ടറും വ്യക്തമാക്കുന്നില്ല എന്നതാണ് കോടതി ഈ ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഈ FIR-ൽ പോലീസ് പറഞ്ഞിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആയുധം ഉപയോഗിച്ചു കൊല്ലണ എന്ന് ആക്രോശിച്ചുകൊണ്ട് KSU പ്രവർത്തകർ എത്തിയെന്നും ആയുധം ഉപയോഗിച്ച് ഈ മന്ത്രി വീണ ജോർജിന്റെ കഴുത്തിന് നേരെ ആക്രമണം നടത്തിയെന്നാണ്. പക്ഷെ അതിനൊരു തെളിവും കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് KSUവിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുൽ അടക്കം 5 KSU പ്രവർത്തകർക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമല്ല, സാധാരണ ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ കൃത്യമായി ലഭ്യമാകുന്ന വിവരങ്ങളാണ്. അനുബന്ധമായിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് തെളിവുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്ത് വയ്ക്കുക. ഇത് FIR-ൽ തന്നെ ഇത്തരത്തിൽ ഗുരുതരമായ രീതിയിൽ ഒരു ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തുക ശ്രമം എന്ന രീതിയിലേക്ക്, അത് ഈ വധശ്രമം വകുപ്പ് ഇടുക, ജാമ്യം ലഭ്യമല്ലാതെ ആക്കാനുള്ള ശ്രമം തന്നെ ആദ്യമേ സ്വീകരിച്ചു. അതാണ് ഈ തെളിവുകൾ ഒന്നുമില്ല എന്ന നിലയിലേക്ക് കോടതിയിലേക്ക് എത്തുമ്പോൾ തന്നെ പൊളിഞ്ഞു വീഴുന്നത്. അവിടെ എന്തൊക്കെ പരാമർശങ്ങളുണ്ട്? ഇതിനെതിരെ ഉണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഡാമേജ് കൂടി ഉണ്ടല്ലോ, അതുകൂടി. പ്രതീക്ഷ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വധശ്രമ കുറ്റം എന്തിനു ചുമത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വധശ്രമ കുറ്റം ചുമത്താൻ പോലീസ് FIR-ൽ എഴുതി വെച്ചത് ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്നതാണ്. അങ്ങനെയെങ്കിൽ കോടതി ചോദിക്കുന്നുണ്ട്, എവിടെ ആയുധം? അതായത് ഈ ആയുധം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രതികളെ അപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. അതിനുശേഷം അവരെ പോലീസ് കസ്റ്റഡിയിൽ പിന്നീട് വിട്ടു. അവർ റിമാൻഡിലായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും പോലീസിന് ആയുധം കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ആയുധം വെച്ച് ആക്രമിച്ചു എന്നതിന് എന്തെങ്കിലും ഒരു തെളിവ് പ്രോസിക്യൂഷന് കോടതിയിൽ ഹാജരാക്കാൻ കഴിയില്ല എന്നതാണ് കോടതി വിലയിരുത്തിയത്. വിവരങ്ങൾ നൽകിയത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കേട്ട് എന്തെങ്കിലുമൊക്കെ FIR-കൾ തയ്യാറാക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ സമ്മർദ്ദങ്ങൾക്ക് മേൽ ഒരു FIR തയ്യാറാക്കുന്നതിന് കിട്ടുന്ന ശിക്ഷയാണത് കോടതിയിൽ നിന്നും ആദ്യം തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വീണ ജോർജിനെ അങ്ങനെ ആയുധം ഉപയോഗിച്ച് വധിക്കാൻ ശ്രമിച്ചു എന്നടക്കം ഒരു യുക്തിയുമില്ലാത്ത ഒരു FIR ആയി പോയി എന്ന് അന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നതാണ്. അതാണിപ്പോൾ കോടതിയിലേക്ക് എത്തുമ്പോഴും വിമർശനത്തോടുകൂടി തന്നെ കോടതി അത് തള്ളിക്കളയുകയും ചെയ്യുന്നത്.